ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ചെടികളിലൊക്കെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ചെടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളം എങ്ങനെയാണ് നമുക്കുണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതും പൂക്കളുടെ കളറ് നല്ല ബ്രൈറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടാകാനും നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകാനും നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഉള്ളിയുടെ തോൽ ഉപയോഗിച്ച് 3 തരത്തിലുള്ള വളം, അതായത് NPK വളം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയെന്നാണ് ഇന്ന് കാണാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം അവസാനമാകുമ്പോഴാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സൊക്കെ പറയാൻ പോകുന്നത്. അതുപോലെ ഫ്രണ്ട്സ്, നിങ്ങൾ ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരുടെയും ഒരാഗ്രഹമാണ് പൂക്കൾ. അത് ഒരു സീസണിൽ മാത്രമല്ല, എല്ലാ സീസണിലും ഇതുപോലെ പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ. അന്നേരം അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഉള്ളിയുടെ തോലെന്ന് പറഞ്ഞാൽ എന്നും നമുക്ക് ഉള്ളി ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അന്നേരം ഉള്ളിയുടെ തോല്, സവാളയുടെ തോല്, അതുപോലെ കുഞ്ഞുള്ളിയുടെ തോല്, ഇതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വെറുതെ വേസ്റ്റ് ബിന്നിൽ കളയുകയാണ് ചെയ്യാറ്. അന്നേരം ഇനി മുതൽ അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് നല്ല ഉപയോഗങ്ങളുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അന്നേരം നിങ്ങൾ സവാള എടുത്ത് അതിൻ്റെ തോല് നമ്മൾ കളയാതെ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, ഈ സവാളയുടെ തോലിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ധാരാളം ഫ്ലാവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ് ഈ ഉള്ളിയുടെ തോല്. അതുപോലെ തന്നെ ചെടിക്കൊക്കെ നല്ല പ്രതിരോധ ശേഷി കൊടുക്കുന്നതാണ് ഉള്ളിയുടെ തോല്. അത് ചെടിക്ക് വരുന്ന അസുഖങ്ങൾ, വാട്ടരോഗങ്ങൾ, ഇലമുരടിപ്പ്, അങ്ങനെ വാടിപ്പോവുക, അങ്ങനെയൊക്കെയുള്ള ഇതിന് നല്ല പ്രതിരോധ ശേഷി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ ഉള്ളിത്തോല്. അതുപോലെ ഈ ഉള്ളിത്തോലിനകത്ത് നല്ലതുപോലെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഉള്ളിയുടെ തോല് വെച്ച് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഓർഗാനിക് പൊട്ടാഷ്യം റിച്ച് ഫെർട്ടിലൈസറാണ്. സാധാരണയായിട്ട് പൊട്ടാഷ്യമൊക്കെ നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിച്ചല്ലേ ചെടിക്ക് ഇടാറുള്ളത്. ഇനി മുതൽ അങ്ങനെ ചെയ്യേണ്ട. ഈ ഉള്ളിയുടെ തോലിൻ്റെ അകത്ത് നല്ല അളവിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്, അതായത് ചെടിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. അതുകൊണ്ട് ചെടികളുടെ നല്ലൊരു രോഗപ്രതിരോധ ശേഷി കിട്ടുകയും ചെടിയുടെ തണ്ട് നല്ല കട്ടിയുള്ളതായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വരാനും ഒക്കെ സഹായിക്കും. ഓക്കെ, അന്നേരം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എടുത്ത് അതായത് 1 ലിറ്റർ ആക്കുക, ഡൈല്യൂട്ട് ചെയ്ത് 1 ലിറ്റർ ആക്കി എടുക്കുക. ഓക്കെ, ചോറ് ഒന്നും ഇടണ്ട, കഞ്ഞിവെള്ളം മാത്രം എടുത്താൽ മതിയാകും. ഇതിലേക്ക് നമ്മൾ ഉള്ളിത്തോൽ ഇട്ട് കൊടുക്കുക. ഉള്ളിത്തോലിട്ട് നമ്മൾ ഏകദേശം ഒരു 2-3 ദിവസം ഇങ്ങനെ വെച്ചേക്കണം. ഓക്കെ, 2-3 ദിവസം ഉള്ളിത്തോലിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 2-3 പിടി ഉള്ളിത്തോല് മതിയാകും. ഒരുപാട് 3-4 പിടി ഒന്നും കുഴപ്പമില്ല, ഒരുപാട് വേണ്ട. ഈ 1 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള ഉള്ളിത്തോല് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഒരു 3-4 ദിവസത്തേക്ക് വെച്ചേക്കുക. ഓക്കെ, അതിൽ കൂടുതൽ വെക്കേണ്ട കാര്യമില്ല, മാക്സിമം ഒരു 4 ദിവസം അത്രയും മതിയാകും. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതെടുക്കുക. ഇത് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴത്തിൻ്റെയൊക്കെ തൊലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും പൊട്ടാഷ്യം നല്ല രീതിയിലുണ്ട്. പഴത്തൊലിയും വളരെ നല്ലതാണ്. ഓക്കെ, ഉള്ളിത്തോല്, പഴത്തൊലി ഇതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ പൊട്ടറ്റോ പീൽസ് ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ അളവ്, അതായത് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ അളവ് നല്ല രീതിയിൽ കൂടും. അന്നേരം അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്ന ഓപ്ഷൻസാണ്. ഉള്ളിത്തോല്, പൊട്ടറ്റോ പീൽസ്, ബനാന പീൽസ്, ഇതൊക്കെ വളരെ നല്ല. വെളുത്തുള്ളിയുടെ തോലൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. അതങ്ങനെ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു വളം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. ഇതിനായിട്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചു. വെള്ളത്തിലേക്ക് നമ്മുടെ ഉള്ളിയുടെ തോലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളയ്ക്കാൻ അനുവദിക്കുക. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഉള്ളിയുടെ തോലും ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലതുപോലെ വെന്ത് വരുന്നിട്ടുണ്ട്.
ഈ ഉള്ളിയുടെ തോലിലുള്ള എല്ലാ ന്യൂട്രിയൻസും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പിഗ്മെൻറ്റ്സ്, അതിൻ്റെ കളറ് കണ്ടോ, വെള്ളത്തിൻ്റെ കളറ് തന്നെ മാറി ഈ ഒരു കളർ. അതായത് ഇതിന് ഒണിയൻ ടീ എന്നാണ് പറയുന്നത്. ഇത് ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അത് പൊട്ടാഷ്യം, കാൽഷ്യം, അയൺ, മഗ്നീഷ്യം, കോപ്പർ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ. ഇത് നമ്മൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ചെടികൾക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് ചെടികൾ പൂക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പൂക്കളുണ്ടാകും. പൂക്കൾ നല്ല ബ്രൈറ്റ് കളറായിരിക്കും. നല്ല കടും കളറും നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകാൻ ഈ ഒണിയൻ ടീ ഫെർട്ടിലൈസർ സഹായിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാസത്തിൽ ഒരു 2 or 3 പ്രാവശ്യമൊക്കെ കൊടുക്കാവുന്നതാണ്. അതിൽ കൂടി കൊടുത്താലും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ്. ഒണിയൻ പീൽ ലിക്വിഡ് ഫെർട്ടിലൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുപോലെ ചെയ്ത് നോക്കിയാൽ വളരെ നല്ലതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാവുന്നത് നാച്ചുറൽ NPK ആണ്. അതായത് ഇതിൻ്റെ അകത്ത് നല്ലത് രീതിയിൽ നൈട്രജൻ, ഫോസ്ഫറസ്, അതുപോലെ കാൽഷ്യം, അയൺ, മഗ്നീഷ്യം, കോപ്പർ, ഫോസ്ഫറസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഡ്രൈ ആണ്. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 മാസമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെള്ളമയമില്ലാത്ത ഉള്ളിത്തോലും അതുപോലെ തന്നെ മുട്ടയുടെ തോടും കൂടി ഇട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. പൊടിച്ച് ഈ ഒരു പരുവത്തിൽ എടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. 2-3 മാസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം, ഒരു കേട് കൂടാതിരിക്കാം. പക്ഷേ ഇത് നല്ല ഡ്രൈ ഫോമിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ അത് ചീത്തയായി പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ എടുക്കുക. ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉള്ളിത്തോലും അതേപോലെ മുട്ടത്തോടും മാത്രമേ ഉള്ളൂ. ഇത് നല്ലൊരു വളമാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ തേയിലയുടെ നമ്മൾ ചായയൊക്കെ ഇട്ടതിന് ശേഷം ഉള്ള തേയിലയുടെ മട്ട്, അതാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫോസ്ഫറസ്, പൊട്ടാഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു നാച്ചുറൽ സോഴ്സാണ്. അതായത് NPK എന്ന് പറയുന്നത് നാച്ചുറൽ സോഴ്സാണ് ഈ തേയിലമട്ട് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കേണ്ടത് നമ്മൾ ചായ അരിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് എടുക്കണം. അതായത് വാഷ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെയിനറിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ജസ്റ്റ് വാഷ് ചെയ്ത് എടുത്താൽ മതിയാവും. അതായത് പഞ്ചസാരയൊന്നും ഇല്ലാതെ വേണം നമ്മളിത് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ചെടികൾക്ക് നല്ല ഒരു വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ചെടികൾ നല്ലതുപോലെ പൂക്കാനും അതുപോലെ തന്നെ നല്ല ഫലപുഷ്ടമായിട്ട് അതിൻ്റെ റൂട്ടൊക്കെ നല്ല സ്ട്രോങ് ആകാനും പുതിയ ലീഫ് വരാനും ഒക്കെ ഇത് സഹായിക്കും. എല്ലാ തരം ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാം. റോസിനും അതുപോലെ തന്നെ തക്കാളിക്കും ഒക്കെ ഇത് ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. എസ്പെഷ്യലി പൂക്കുന്നതും കായ്ക്കുന്നതും ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും. സോ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.